പാചക പരീക്ഷണങ്ങളുടെ പച്ചമുളകുമായി വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നെൻ്റെ പരീക്ഷണശാലയിൽ സ്നാക്സ് കൊണ്ടൊരു പരീക്ഷണമായാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നോൺ വെജ് സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മുട്ടയാണ്. മുട്ട കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന്. അതിനുവേണ്ടി സജിന ചേച്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ലാബിലേക്ക് പോയാലോ? സജിന ചേച്ചി നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? സുഖം. നമ്മൾ വീണ്ടും എത്തി. ഇന്നെന്താണ് ചേച്ചി സ്നാക്സിൽ മുട്ട കൊണ്ട് എന്തോ ഒരു പരീക്ഷണമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്താണ്? എഗ് കബാബ്. അതായത് ചിക്കൻ ഇട്ടിട്ട് എഗ് കബാബ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പൊട്ടറ്റോ പുഴുങ്ങി വേവിച്ച് ഉടച്ചു വെച്ചതാണ്. പിന്നെ അതിന് ബ്രെഡ് പൊടിച്ചു വെച്ചത്, മുട്ട 3 എണ്ണം, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ക്യാപ്സിക്കം, ഉപ്പ്, പിന്നെ ചിക്കൻ പുഴുങ്ങി കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഓയിൽ, പിന്നെ ബിരിയാണി പൊടിയാണ്, ബിരിയാണി മസാലപ്പൊടി, പിന്നെ ഉള്ളി, വലിയ ഉള്ളി, ഒരു മുട്ട, അത് പൊരിക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് ലാസ്റ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട്. ചിക്കന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിന് മുളക് പൊടി കുറച്ച്, അതിൻ്റെ മുളക് പൊടി ഒക്കെ ഇട്ട് കുഴച്ചാണ് എടുക്കുന്നത് അല്ലേ? മുളക് പൊടി കഴിഞ്ഞു. മഞ്ഞപ്പൊടി, വെളുത്തുള്ളി ചതച്ചത് അല്ലേ? വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ നമ്മളിപ്പം ഈ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. വെള്ളം, ശകലം ഉപ്പും കൂടി ഇട്ട് ചിക്കൻ ശകലം ഇതിലേക്ക് പൊടിച്ചിട്ടിടാം. ഇപ്പം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കനാണ്, എന്താ പറയുക, കുരുമുളകൊക്കെ ഇട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് പൊടിച്ച് ഈ മിക്സറിലേക്ക് ഇട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതിന് കുറച്ച് നേരം വെക്കേണ്ടി വരില്ലേ ഇത് പിടിക്കാനായിട്ട്? ഒന്നുമില്ല അല്ലേ? വേണ്ട. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടാണോ? കുക്ക് ചെയ്ത ബോയിൽ ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാന്ന് മാത്രം. ചൂടാക്കി എടുത്ത് ഇത് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഇതാക്കിയാലും മതി. നമുക്കിത് പൊരിച്ചിട്ട് ലേശം ഇത് മൊത്തത്തിൽ ഒന്ന് പൊരിച്ചെടുക്കണം. കാരണം ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്ത് പൊരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉള്ളി, വലിയ ഉള്ളി ഇതിലേക്ക് ഇതിൽ തന്നെ കിട്ടാൽ മതി. പച്ചമുളക്, കറിവേപ്പില, ഓൾറെഡി നല്ലപോലെ വെന്ത്. ഇത് ഫ്ലേവറിന് വേണ്ടിയല്ലേ കറിവേപ്പില? പിന്നെ ചപ്പ്, മല്ലിയില. നമ്മൾ രണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി കുറച്ച് ഒരു കളറ് കുറച്ചൊരു ഉണ്ടാവും. പിന്നെ കുറച്ചൊരു മുളകും പൊടി, എരിവിന് വേണമെങ്കിൽ. അപ്പം നമുക്ക് ഏകദേശം റെഡിയായി. അത് തീ ഓഫ് ചെയ്യാം. ഒന്ന് ആറിയിട്ട് കുഴക്കുന്നതായിരിക്കും കൈക്ക് നല്ലത്. അപ്പോൾ നമ്മുടെ എഗ് ചിക്കൻ കബാബിൻ്റെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പൊരിച്ചതും എന്താ പറയുക ഉള്ളിയെല്ലാം ഇട്ട് പൊരിച്ചതും നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഒരു സ്പൂണ് ബ്രെഡും ഇതിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ടല്ലേ? ഇതിൻ്റെ പുറത്ത് മുട്ട വെക്കുകയാണോ? ഇനി നമ്മൾ മുട്ട വെച്ചിട്ട് കവർ ചെയ്യും. ഓരോ മുട്ടയായിട്ട് എടുത്ത് ഇത് വെച്ച് കവർ ചെയ്ത് എടുക്കുക. ഇത് ബോളാക്കിയിട്ട് അതിൻ്റെ നടുവിൽ മുട്ട വെക്കും. ഓക്കെ ശരി. പണ്ട് മറ്റേ ചെളിയൊക്കെ വെച്ചിട്ട് മുട്ട പൊരിക്കുമ്പോഴത്തെ ഒരു പരിപാടിയാണല്ലേ ഇത്? ഇതാണ് ഇപ്പം നമ്മുടെ മെയിൻ ഐറ്റം, മുട്ട, എഗ് ചിക്കൻ കബാബ്. ഇനി അടുത്തത് ഇതിലേക്കുള്ള മുക്കി പൊരിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മുട്ട. ഇത് നേരത്തെ നമ്മൾ ഒരു മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ശകലം ഉപ്പ്. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് അതിലേക്ക്
ഇതിനകത്തൊരു മുട്ട, പുഴുങ്ങിയ മുട്ട ഇരിപ്പുണ്ട്. അതിന്റെ പുറത്താണ് കൂടി മുക്ക അതിൽ അങ്ങനെ തന്നെ. ഇടുമ്പോ ശ്രദ്ധിക്കുക, അല്ല കൈയെടുക്കാൻ പൊരിക്കാതിരിക്കുക. അതെ, അല്ലെങ്കിൽ ഫിംഗർ ചിപ്സ് ആയി പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ എന്താ പറയാ എഗ് ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട് അല്ലേ? പിന്നെ ഇത് വെച്ച് നമ്മൾ മുറിച്ചാണ് സെർവ് ചെയ്യുന്നത് അല്ലേ? കട്ട് ചെയ്താണ് സെർവ് ചെയ്യുന്നത്. ഇതിനകത്തൊരു പുഴുങ്ങിയ മുട്ട ഇരിപ്പുണ്ട്. തണുത്തതിന്റെ ശേഷം മുറിക്കുക. നന്നായിട്ട് തണുത്തിട്ട് മുറിക്കുന്നതായിരിക്കും കൈയുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ? അതെ, കഴിക്കാനും സുഖം അത് തന്നെയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ? ചിക്കൻ എഗ് കബാബ് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ചൂടുണ്ടോ? കുഴപ്പമില്ല, കൊള്ളാം. ചിക്കൻ എഗ് കബാബ്. അപ്പം ഇതൊന്നും ഉണ്ടാക്കുന്ന രീതി ഒന്ന് റീക്യാപ്പ് കണ്ടോളൂ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് എന്നിവ കുരുമുളക് ചേർത്ത് വേവിച്ച ചിക്കനിൽ പുരട്ടി എണ്ണയിൽ വറുക്കുക. ഇതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവയും ചേർത്തിളക്കുക. ഈ മിശ്രിതം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കുഴയ്ക്കുക. ഇത് പുഴുങ്ങിയ മുട്ടയിൽ പൊതിഞ്ഞ് മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കി പൊരിക്കുക. എഗ് കബാബ് തയ്യാർ. പച്ചമുളകിന്റെ രണ്ടാമത്തെ സെഗ്മെന്റ് മധുരമാണ്. പച്ചമുളകിൽ ഇനി അടുത്ത സെഗ്മെന്റ് നിങ്ങൾക്കറിയാലോ, മധുരമാണ്. ഇന്ന് മധുരം സെഗ്മെന്റിൽ വീണ്ടും ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ ചേച്ചി? അതെ. എന്താണ് മുട്ട വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്? റവ സ്വീറ്റ് ബോൾ. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്താണ് അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്? റവ, മുട്ട രണ്ടെണ്ണം, ഏലക്കായ പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ്, ശകല മിൽക്ക്, പിന്നെ ഉപ്പ്, ശകല ഉപ്പും വേണം. ഇത്രയാണ് നമ്മൾ എന്താ പറയാ റവ സ്വീറ്റ് ബോളിന് വേണ്ടി വരുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ പരിപാടികൾ? നമുക്ക് ആദ്യം മുട്ട. ഇതിപ്പോ എത്ര മുട്ട നമ്മൾ പറഞ്ഞു? 2-3 മുട്ട ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാൻ. ഇതിപ്പോ നമ്മൾ ശരിക്കും 3 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യത്തിനനുസരിച്ച് എത്ര ബോളാണോ ചെയ്യുന്നത് അത്രയുള്ള മുട്ട നമുക്ക് എടുത്താൽ മതി. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാല് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ നമ്മളൊരു ഗസ്റ്റിനെ ഞെട്ടിക്കാൻ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വളരെ എളുപ്പം. ഇപ്പൊ അവര് 4 മണിക്ക് എത്തുന്നു പറഞ്ഞാൽ നമുക്കൊരു 3:50 തുടങ്ങിയാൽ മതി. അതന്നെ, ബേക്കറി ഒക്കെ വാങ്ങി വരുന്നതിനേക്കാളും മുന്നേ റവയും പഞ്ചസാരയും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാര്യം നടക്കും. ഏലക്കായ പൊടിച്ചത് നമ്മൾ ആദ്യം മുട്ടയ്ക്കകത്ത് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഏലക്കായ പൊടിച്ചത് ഇട്ട് നന്നായിട്ട് കശക്കി എടുക്കുക അല്ലേ? ഉപ്പ്, ശകല ഉപ്പ്. ഇതൊന്ന് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി, പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ശകല ഉപ്പും കൂടെ ചേർക്കുക. ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണോ ശരിക്കും? ഇത് പൊരിച്ചെടുക്കുന്ന ബോൾസ്. ചൂടായാൽ ഓയിൽ ഒഴിക്കുക. ഇതിനകത്ത് നമ്മൾ റവയിൽ മുക്കി എടുക്കുകയാണോ? മിക്സ് ചെയ്തിട്ട്. ഇതിപ്പോ എത്ര കപ്പ് റവ ഉണ്ട് ചേച്ചി? ഇതില് മുട്ടക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഇത് കുറേശ്ശെ ഇട്ട് ഇളക്കണം. മൊത്തമായിട്ട് ഇട്ട് ഇളക്കി കളയരുത്, കുറേശ്ശെ ആയിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കോക്കനട്ട് ശകലം മതി. കോക്കനട്ട് ഏകദേശം നല്ലൊരു കുഴച്ച് അണ്ടി പൊടിച്ചിടാം. പൊടിച്ച അണ്ടിപ്പരിപ്പ്. പാല് വേണമെങ്കിൽ ഒഴിക്കാവുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പാല് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ ശകലം മതിയല്ലോ? ശകലം മതി. കുറച്ച് പാല് ഒഴിച്ചാൽ മതി. അതൊന്ന് നമ്മളിത് ഇന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതിൽ തന്നെ ഉരുട്ടിയെടുക്കാം അല്ലേ? സ്പൂൺ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാം. കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്പൂണിൽ തന്നെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് എത്തും. ഇതാണ് നമ്മളിപ്പം റവ സ്വീറ്റ് ബോൾസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം നമ്മളിട്ട് വറുത്ത് എടുത്ത് കളർ വല്ലതും മാറുമോ ഇതിൻ്റെ? ബ്രൗണിഷ് കളറിലേക്ക് എത്തും.
ഏകദേശം നമ്മുടെ ആയിട്ടുണ്ടല്ലേ, ബ്രൗണിഷ് ഒരു കളറായി. ഇത് 2 ദിവസം ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ കുഴപ്പമില്ല. അപ്പം ഏകദേശം നമ്മുടെ റവ സ്വീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ, റവ സ്വീറ്റ് ബോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റവ സ്വീറ്റ് ബോൾസ് അല്ലേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചേച്ചി. ചൂടാണ് എങ്കിലും കുഴപ്പമില്ല, വായ കൊള്ളണ്ട. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഒന്നും കൂടെ ഒന്ന് റീക്യാപ്പ് കാണണ്ടേ, കണ്ടുപോകും. മുട്ടയിൽ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഉപ്പും വറുത്ത റവയും ചേർത്തിളക്കുക. ഇതിലേക്ക് തേങ്ങ ചിരകിയതും കശുവണ്ടിയും ആവശ്യത്തിന് പാലും ഒഴിച്ച് നന്നായി ഇളക്കുക. ഈ മിശ്രിതം ഉരുളകളാക്കി എണ്ണയിൽ വറുക്കുക. റവ സ്വീറ്റ് ബോൾസ് തയ്യാർ. അപ്പോൾ നമ്മുടെ ഈ റവ സ്വീറ്റ് ബോൾസിൻ്റെ റീക്യാപ്പ് കണ്ടല്ലോ. രുചിയുടെ പരീക്ഷണങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര ഈ പച്ചമുളക് ലാബിൽ അവസാനിക്കുന്നില്ല.